ഹായ് എവരിവൺ, പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 36ാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, അടുത്ത ആഴ്ച മുതൽ നമ്മൾ സയൻസ് തുടങ്ങും. ഓക്കെ, സയൻസിലെ ഫിസിക്സ് ആണ് നമ്മൾ നെക്സ്റ്റ് വീക്ക് തുടങ്ങാൻ പോകുന്നത്. നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും സോഷ്യൽ സയൻസ് തീരുമോ എന്ന് ചോദിച്ചാൽ തീരില്ല, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സയൻസും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിവിഷന് ടൈം കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് അടുത്ത ആഴ്ച മുതൽ നമ്മൾ എന്ത് ചെയ്യും, സോഷ്യൽ സയൻസിന്റെ കൂടെ തന്നെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ കൂടെ തന്നെ ജനറൽ സയൻസ് പഠിച്ചു തുടങ്ങും. ആദ്യം നമ്മൾ പഠിക്കുക ഫിസിക്സ് ആയിരിക്കും. അപ്പൊ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ നെക്സ്റ്റ് വീക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടതെന്നെല്ലാം SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ അതിന് പുറമേയുള്ള കാര്യങ്ങളും നമ്മൾ പഠിക്കും. ഓക്കെ, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് പറഞ്ഞു തരാം. അപ്പൊ ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പഠിക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ ആരാണെന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ ആര്? വില്യം ജോൺസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ. വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തവയിൽ കൽക്കട്ടയിൽ മദ്രസ സ്ഥാപിച്ചത് ആര്? കൽക്കട്ടയിൽ മദ്രസ സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. വാരൻ ഹേസ്റ്റിംഗ്സ് ആണ്. ഓക്കെ, വാരൻ ഹേസ്റ്റിംഗ്സ് ആണ് കൽക്കട്ടയിൽ മദ്രസ സ്ഥാപിച്ചത്. ഇത് പിന്നെ നമ്മൾ കോഡ് പഠിച്ചപ്പോൾ പഠിച്ച കാര്യമാണ്. വൈസ്രോയിമാരെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കോഡിലൂടെ പഠിച്ചതാണ്. അത് കാണാത്തവർ അത് കാണുക, അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ടാസ്ക് പഠിക്കാൻ വേണ്ടി തരും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ തന്നിട്ടുള്ള വീഡിയോ ടാസ്ക് എന്ത് ചെയ്യും, അടുത്ത വീക്ക് നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും നമുക്ക് എക്സാം നടത്താം. അപ്പോൾ കൽക്കട്ടയിൽ മദ്രസ സ്ഥാപിച്ചത് ആരാണ്? വാരൻ ഹേസ്റ്റിംഗ്സ് ആണ്. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തവയിൽ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആര്? താഴെ കൊടുത്തവയിൽ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. ജോനാഥൻ ഡങ്കൻ ആണ്. ഓക്കെ, ജോനാഥൻ ഡങ്കൻ ആണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്. ആരാണ്? ജോനാഥൻ ഡങ്കൻ. നെക്സ്റ്റ് നോക്കാം. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദിച്ചത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാണ്? ഇത് ഓൾറെഡി ചോദിച്ചതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആൻസർ എന്താണ്? മെക്കാളെ പ്രഭു ആണ്. ഓക്കെ, മെക്കാളെ പ്രഭുവിന്റെ വാക്കുകളാണിത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ്. നെക്സ്റ്റ് നോക്കാം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയ വർഷം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയ വർഷമാണ് ചോദിച്ചത്. എന്താണ് ആൻസർ? 1835 ആണ്. ഓക്കെ, 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ടയായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത്. നെക്സ്റ്റ് നോക്കാം. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് കൽക്കട്ടയിൽ സൊസൈറ്റി ആരംഭിച്ച വർഷം. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് കൽക്കട്ടയിൽ സൊസൈറ്റി ആരംഭിച്ച വർഷമാണ് ചോദിച്ചത്. ആൻസർ 1825. ഓക്കെ, 1825 യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനായിട്ട് കൽക്കട്ടയിൽ സൊസൈറ്റി ആരംഭിച്ചത്. 1825. നെക്സ്റ്റ് നോക്കാം. പൊതുവിവരങ്ങൾ നേടുന്നതിനു വേണ്ടി കൽക്കട്ടയിൽ സൊസൈറ്റി ആരംഭിച്ച വർഷം. പൊതുവിവരങ്ങൾ നേടുന്നതിനു വേണ്ടി കൽക്കട്ടയിൽ സൊസൈറ്റി ആരംഭിച്ച വർഷമാണ് ചോദിച്ചത്. എന്താണ് ആൻസർ? 1838 ആണ്. ഓക്കെ, 1838 പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടി കൽക്കട്ടയിൽ സൊസൈറ്റി ആരംഭിച്ചത്. നേരത്തെ ചോദിച്ചത് എന്താണ്? യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് കൽക്കട്ടയിൽ സൊസൈറ്റി ആരംഭിച്ച വർഷമാണ് 1825. എന്നാൽ പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടി കൽക്കട്ടയിൽ സൊസൈറ്റി ആരംഭിച്ച വർഷം എന്ന് ചോദിച്ചാൽ 1838 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മഹേന്ദ്രലാൽ സർക്കാർ ബംഗാളിൽ ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ച വർഷം.
മഹേന്ദ്രലാൽ സർക്കാർ ബംഗാളിൽ ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ച വർഷമാണ് ചോദിച്ചത്. എന്താണ് ആൻസർ? 1876 ഓക്കെ, 1876 മഹേന്ദ്രലാൽ സർക്കാർ ബംഗാളിൽ ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത്. ഈ വർഷങ്ങളൊന്നും കണ്ട് പേടിക്കേണ്ട, നിങ്ങൾ പരമാവധി പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഒരുപാട് ചോദ്യങ്ങളൊന്നും വർഷങ്ങളുടേത് വരില്ല. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ നല്ലോണം തന്നെ പഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്വിസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്തു നോക്കിയാൽ മാത്രം മതി. കാരണം ഒരുപാട് വർഷങ്ങൾ പഠിക്കുക എന്നത് പലർക്കും ബുദ്ധിമുട്ടാണ്. എന്നാൽ ചിലർക്ക് വർഷങ്ങൾ വളരെ ഈസി ആയിട്ട് പഠിക്കാം. അങ്ങനെ പഠിക്കുന്നവർക്ക് പ്രശ്നമില്ല. പക്ഷെ പഠിക്കാൻ കുറച്ച് ടഫായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഇത് വിട്ടുകളയരുത്. ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ചെയ്തു നോക്കുക, സിമ്പിളായിട്ട് ചെയ്തു നോക്കുക. അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട. പക്ഷെ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളെല്ലാം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ച് എല്ലാം ലിസ്റ്റാക്കി വെച്ച് റെക്കോർഡ് ചെയ്ത് ബൈഹാർട്ട് പഠിക്കാൻ തന്നെ ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബനാറസ് സംവാദ ക്ലബ്ബ് ആരംഭിച്ച വർഷം. ബനാറസ് സംവാദ ക്ലബ്ബ് ആരംഭിച്ച വർഷമാണ് ചോദിച്ചത്. 1861. ഓക്കെ, ബനാറസ് സംവാദ ക്ലബ്ബ് ആരംഭിച്ച വർഷം 1861. നെക്സ്റ്റ് നോക്കാം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി ആരംഭിച്ച വർഷം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി ആരംഭിച്ച വർഷമാണ് ചോദിച്ചത്. 1864. ഓക്കെ, 1864 സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി ആരംഭിച്ചത്. നെക്സ്റ്റ് നോക്കാം. ബീഹാർ സയന്റിഫിക് സൊസൈറ്റി ആരംഭിച്ച വർഷം. ബീഹാർ സയന്റിഫിക് സൊസൈറ്റി ആരംഭിച്ച വർഷം 1868. ഓക്കെ, ബീഹാർ സയന്റിഫിക് സൊസൈറ്റി ആരംഭിച്ച വർഷം 1868. ഇന്ന് പഠിച്ച വർഷങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ആക്കിയിട്ട് ഒന്ന് എഴുതി വെച്ച് നോക്കുക. നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി വെക്കുക. കാരണം മിക്സ് ആക്കി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ വരുമ്പോഴോ അത് എഴുതി വെച്ചിട്ട് അതൊന്ന് ഓർഡറിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. രാജാറാം മോഹൻ റോയ് ബംഗാളിൽ ബ്രഹ്മസമാജം രൂപീകരിച്ചത് എപ്പോൾ? രാജാറാം മോഹൻ റോയ് ബംഗാളിൽ ബ്രഹ്മസമാജം രൂപീകരിച്ചത് എപ്പോൾ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. 1828 ഓഗസ്റ്റ് 20. ഓക്കെ, 1828 ഓഗസ്റ്റ് 20 രാജാറാം മോഹൻ റോയ് ബംഗാളിൽ ബ്രഹ്മസമാജം രൂപീകരിച്ചത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കാം. സതീ സമ്പ്രദായം നിർത്തലാക്കുന്നതിന് വേണ്ടി വില്യം ബെന്റിക്സിനെ സഹായിച്ചത്. വില്യം ബെന്റിക്സ് എന്നാണ്. അപ്പോൾ സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് വില്യം ബെന്റിക്സിനെ സഹായിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, രാജാറാം മോഹൻ റോയ് ആണ് സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് വില്യം ബെന്റിക്സിനെ സഹായിച്ചത്. നെക്സ്റ്റ് നോക്കാം. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, രാജാറാം മോഹൻ റോയ് ആണ് ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നോക്കാം. എ ഗിഫ്റ്റ് ടു മോണോത്തീസ്റ്റ് എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? എ ഗിഫ്റ്റ് ടു മോണോത്തീസ്റ്റ് അഥവാ ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ഏകദൈവ വിശ്വാസിയായിരുന്നു. ഓക്കെ, ആ ചോദ്യവും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ രാജാറാം മോഹൻ റോയിയുടെ ഗ്രന്ഥമാണ് എ ഗിഫ്റ്റ് ടു മോണോത്തീസ്റ്റ്. ചിലപ്പോൾ ഇതിന്റെ അറബിക് നെയിമും ചോദിക്കും, അതായത് തുഹ്ഫത്തുൽ മുവാഹിദീൻ. ഓക്കെ, തുഹ്ഫത്തുൽ മുവാഹിദീൻ എന്നത് ആരുടെ ഗ്രന്ഥമാണെന്നും ചോദിക്കും. അത് തന്നെയാണ് ഇത്, എ ഗിഫ്റ്റ് ടു മോണോത്തീസ്റ്റ്. നെക്സ്റ്റ് നോക്കാം. ആധുനിക ഇന്ത്യയിലെ ആദ്യ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഇന്ത്യയിലെ ആദ്യ മനുഷ്യൻ എന്നറിയപ്പെടുന്നതും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, ആധുനിക ഇന്ത്യയിലെ ആദ്യ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് രാജാറാം മോഹൻ റോയിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആകുന്നത്. അദ്ദേഹം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ് നോക്കാം.
ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. എല്ലാം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ്, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകം ഏതാണെന്നാണ് ചോദിച്ചത്. വജ്രസൂചി എന്ന നാടകമാണ്. ഓക്കെ, വജ്രസൂചി എന്ന നാടകമാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. അത് ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണ്. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തവയിൽ രാജാറാം മോഹൻ റോയിയുടെ ഗ്രന്ഥങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ് കൊടുത്തത്? തുഹ്ഫത്തുൽ മുജാഹിദീൻ, ജീസസിന്റെ കൽപ്പനകൾ, വേദാന്ത ഗ്രന്ഥം, തുഹ്ഫത്തുൽ മുവാഹിദീൻ. ഇതിലേതാണ് രാജാറാം മോഹൻ റോയിയുടെ ഗ്രന്ഥങ്ങളിൽ പെടാത്തത് എന്നാണ് ചോദിച്ചത്. ആൻസർ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂസ് ആയി പോരുത്. തുഹ്ഫത്തുൽ മുജാഹിദീന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമല്ല, അത് ഷെയ്ഖ് സൈനുദ്ദീന്റെ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നത്. അദ്ദേഹത്തിന്റെ രാജാറാം മോഹൻ റോയിയുടേത് തുഹ്ഫത്തുൽ മുവാഹിദീൻ എന്നാണ്. മുവാഹിദീൻ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം അല്ലെ. അപ്പൊ ഏക എന്ന് പറയുമ്പോൾ വണ്ണ് അത് തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ ആകെ വ്യത്യാസം എന്താണ്? ജായും വാവുമാണ്. അപ്പൊ വണ്ണ് ഓർത്ത് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതാണ് രാജാറാം മോഹൻ റോയിയുടേത് കിട്ടും. ഏതാണ്? തുഹ്ഫത്തുൽ മുവാഹിദീൻ. ഓക്കെ, മുവാഹിദീൻ വണ്ണ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് നോക്കാം. ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. എന്നാൽ ബ്രഹ്മസമാജത്തിന്റെ ആദ്യത്തെ പേര് ബ്രഹ്മസഭ എന്നായിരുന്നു. അതിനെ ബ്രഹ്മസമാജം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷമാണ് ചോദിച്ചത്. 1830. 1830 ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ഓക്കെ, 1830. നെക്സ്റ്റ് നോക്കാം. ആദി ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ. ആദി ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ. ബ്രഹ്മസമാജം പിന്നീട് പിളർന്ന് പല ഭാഗങ്ങളായി. അതിലൊന്നാണ് ആദി ബ്രഹ്മസമാജം. അതിന്റെ സ്ഥാപകൻ ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ഓക്കെ, ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ആദി ബ്രഹ്മസമാജത്തിന്റെ നേതാവ്. എങ്ങനെ ഓർത്തു വെക്കും? ആദിയിൽ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മുടെ വേദഗ്രന്ഥങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെ ജസ്റ്റ് ഒന്ന് കോഡാക്കി ഓർത്ത് വെക്കുക. ആദിയിൽ ദൈവമായിരുന്നു ഉള്ളത് എന്ന് ഓർത്ത് വെച്ചാൽ ആദി ബ്രഹ്മസമാജത്തിന്റെ നേതാവ് ദേവേന്ദ്രനാഥ് ടാഗോർ ആണെന്ന് കിട്ടും. നെക്സ്റ്റ് നോക്കാം. ഭാരതീയ ബ്രഹ്മസമാജത്തിന്റെ നേതാവ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന്റെ നേതാവ് ആരാണ്? കേശവ ചന്ദ്ര സെൻ ആണ്. ഓക്കെ, ഭാരതീയ ബ്രഹ്മസമാജത്തിന്റെ നേതാവ് കേശവ ചന്ദ്ര സെൻ. ആദി ബ്രഹ്മസമാജത്തിന്റെ നേതാവ് ദേവേന്ദ്രനാഥ ടാഗോർ. നെക്സ്റ്റ് നോക്കാം. സാധാരണ ബ്രഹ്മസമാജത്തിന്റെ നേതാവ്. സാധാരണ ബ്രഹ്മസമാജത്തിന്റെ നേതാവ് ആരാണ്? ആനന്ദമോഹൻ ബോസ് ആണ്. ആനന്ദമോഹൻ ബോസ് ആണ് സാധാരണ ബ്രഹ്മസമാജത്തിന്റെ നേതാവ്. ഓക്കെ, അപ്പൊ 3 പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തവയിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പ്രധാനമായും പ്രവർത്തിച്ചത് എന്തിനു വേണ്ടി? താഴെ കൊടുത്തവയിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പ്രധാനമായിട്ടും പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദിച്ചത്. വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പ്രധാനമായിട്ടും പ്രവർത്തിച്ചത്. വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് നോക്കാം. ഡൽഹൌസി ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം. ഡൽഹൌസി ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം 1856. 1856 ഡൽഹൌസി ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്. 1856. നെക്സ്റ്റ് നോക്കാം. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ ആരംഭിച്ചത് ആര്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ബോംബെയിൽ ശാരദാ സദൻ ആരംഭിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. പണ്ഡിത രമാബായി ആണ്. ഓക്കെ, പണ്ഡിത രമാബായി ആണ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ
ശാരദാ സദൻ ആരംഭിച്ചത്? നെക്സ്റ്റ് നോക്കാം. ബോംബെയിൽ ശാരദാ സദൻ ആരംഭിച്ച വർഷം. പണ്ഡിത രമാബായി ശാരദാ സദൻ ബോംബെയിലാണ് ആരംഭിച്ചത്. വർഷം ഏതാണെന്നാണ് ചോദിച്ചത്. 1889 മാർച്ച് 11. 1889 മാർച്ച് 11 ബോംബെയിൽ ശാരദാ സദൻ ആരംഭിച്ചത്. ആരാണ് ആരംഭിച്ചത്? പണ്ഡിത രമാബായി ആണ്. ഓക്കെ, 1889 മാർച്ച് 11. അപ്പൊ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ടാസ്കിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഫിസിക്സ് നമ്മൾ നെക്സ്റ്റ് വീക്ക് പഠിച്ചു തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്